ഹലോ ഗൈസ്, ഞാൻ ആദ്യമായിട്ടല്ല കുറച്ച് 2-3 വട്ടം കളിച്ചു മൾട്ടിപ്ലെയർ ഒരു സർവറൊക്കെ കളിക്കാൻ പോകാം. ഈ സർവറിൻ്റെ പേരാണ് ദ ഹൈവ്. ഞാൻ ഏത് ഗെയിമാണ് കളിക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം കളിച്ചത് ഇത് സർവൈവൽ ഗെയിമും കളിച്ച്, ഡെത്ത് റൺ കളിച്ച്, ബെഡ് ബാസും കളിച്ച്. ഇപ്പം ബെഡ് ബാസിൻ്റെ അകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ആളുള്ളതുകൊണ്ട് ബെഡ് ബാസിൽ തന്നെയാണ്. ബെഡ് ബാസിലാണ് ഏറ്റവും കൂടുതൽ ആളുള്ളത്, അതുകൊണ്ട് ഇതിൽ തന്നെ കളിച്ചു നോക്കും. അപ്പം ഞാൻ അത്രക്ക് കിടിലായിട്ടൊന്നും കളിക്കാനുമില്ല. കാരണം ഞാൻ അങ്ങനെ PvP ഒന്നും കളിച്ചില്ല. ആകെ ഞാൻ സിംഗിൾ പ്ലെയറേ കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല വലിയ ടീമാണ് നടക്കാമെന്നോ. 12 അല്ലോ. ഇതിൻ്റെ എല്ലാം ഇങ്ങനെ കളിക്കുമ്പോൾ ഇങ്ങനെയെല്ലാം കളിക്കുമ്പോൾ ഇങ്ങനത്തെ കളിക്കാൻ തുടങ്ങുന്നതിൻ്റെ പിന്നത്തെ മാപ്പെല്ലാം കിട്ടും. നല്ല രസമായിരുന്നു കളിക്കാൻ. ഞാൻ സിംഗിൾ പ്ലെയറേ ഞാൻ കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അത് തുള്ളാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഒരു PvP പാർക്കോർ അതൊന്നും അങ്ങനെ അറിയില്ല. കാരണം മോബ്സിൻ്റെ ഒന്നല്ല, നമ്മൾ പ്ലെയർ കളിക്കുന്ന പോലെ അത് കളിക്കില്ലല്ലോ. ഓക്കെ ഞാൻ സൈലൻ്റായി നിൽക്കുന്നത് ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇത് കളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത്രയ്ക്ക് എനിക്ക് കളിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടു കുഴപ്പം. ഞാൻ കമൻറ്റ് ബോക്സ് ഞാൻ ഓണാക്കി വെച്ചോളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ശരിക്കും ബെഡ് ബാസ് കളിക്കുന്ന ഞാൻ റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കുന്നില്ല തൽക്കാലത്തേക്ക്. അതായത് മറ്റിങ്ങനെ എന്നാ പറയണ്ടേ, ക്ലച്ചിലായിരിക്കൂലേ, വലിയ കിട്ടിയിലും ക്ലച്ച് തുള്ളിക്കൊണ്ട് അങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് അതൊന്നും ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല തൽക്കാലത്തേക്ക്. എമറോഡിൽ പോയി ഗൈസ്, നിങ്ങളും വിചാരിക്കുന്നില്ലേ വെമ്പൊന്നും ഇടാത്തെന്ന്? ഓക്കെ ഒരടി ശരി. ഞാൻ എന്തിനു വേണ്ട അമ്മയൊക്കെ പോയി കേക്ക് കൊടുത്തേ. കുറച്ച് ഇത് ഓർമ്മ ഞാൻ ഇതൊരു കൺട്രോൾ വെച്ചിട്ട് ഞാൻ മറ്റേ സർവൈവൽ ചെയ്യുമ്പോൾ കളിക്കും. ഗ്രാവിറ്റി നല്ല രസമുണ്ട്. സത്യം ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗെയിമുകളാണ്. കുറേ മാപ്പിൻ്റെ അതിന് നമ്മൾ മേലേന്ന് പോകില്ല, നല്ല രസമാണ്. ഫുഡ് ഒന്നും തേവില്ല. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഫുഡും കൊണ്ടുവരെ നല്ല. നമ്മളുടെ ടീംമേറ്റ് തന്നെ നമ്മൾ മുമ്പൊക്കെ ചില സമയത്തൊന്നും കാണില്ല. അതുകൊണ്ട് നമ്മൾ നേരെ താഴത്തേക്ക് എത്തും നമ്മുടെ ടീംമേറ്റ്സ് കാരണം. ഓക്കെ മതി. റെഡ് ടീം നമ്മൾ ക്രിസ്റ്റലാണ് പൊട്ടിയത്. ഓക്കെ, നൈസ് വെരി ഗുഡ്.
അങ്ങോട്ട് വേണമില്ല. 3 എമറാൾഡ് ഒരു 4, 5, 6 ഇല്ലാണ്ട് പോകാനൊരു വയസ്സ്. ഇത് നമ്മൾ ടീമിൻ്റെ അങ്ങോട്ടേക്കല്ലേ പോവുക. ടീമിൻ്റെ പിന്നെയും പൊട്ടി. നൈസ് നൈസ് നൈസ്. നമ്മളിപ്പം പൊട്ടും ഗൈസ്, പേടിക്കണം. ചാവാൻ പറ്റില്ല. കുറേ എമറാൾഡ് ഉണ്ട്, ഇതൊന്നും കളയാൻ പറ്റില്ല. അവിടെ ചാവലടാ പണ്ടാർന്ന് 10 എമറാൾഡ് ഉണ്ടായിരുന്നു. നമുക്കൊരു മേസെല്ലാം വാങ്ങാൻ പറ്റുമോ? ഇവരൊന്നും ചെയ്യുന്നില്ലേ? ഞാൻ വെച്ച് ഇവരൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഒട്ടും അപ്ഗ്രേഡ് ഒന്നും ചെയ്തില്ല. അവിടെ പോയിട്ട് ഒന്നും നല്ല ഇതൊന്നും ഇല്ലേനും വരും. അങ്ങനെ ഞാൻ ചത്തു. ഇത് താഴെ ഫുഡ് ഐറ്റായിട്ട് ഒരു ഗോൾഡൻ ആപ്പിളാന്ന് എടുത്തിരിക്കുക. അതാണെന്നില്ല തിന്നുന്നതിന് മുമ്പ് നമ്മൾ ചാവും. ആർമറിയില്ല. കുറേ സ്റ്റേക്ക് ആയിട്ടുണ്ട്. ഇതെന്തിനാണ്? ഇതെനിക്ക് ജസ്റ്റ് ചെയ്ത് നോക്കണം പ്ലീസ്. കുറേ കഴിഞ്ഞു വിചാരിച്ചത്. എപ്പോൾ ഞാൻ വാങ്ങും പിന്നെ വാങ്ങും അതിനെ പണി. അവിടെ പയ്യെന്ന് പറഞ്ഞാൽ പോലും പൈസ എന്നെല്ലാം പറയുമ്പോൾ പതറ്റി. കുറച്ചും കൂടി പോയിട്ടുണ്ടെന്ന് നമുക്ക് ഒരു അത് അയാളെന്നും പറഞ്ഞു. നമുക്കിനി പോയി നോക്കിയാലോ. നമുക്ക് എൻട്ര ടെസ്റ്റിൽ വെച്ചിട്ട് പോകും. എമറാൾഡ് 6 കിട്ടി. നമുക്ക് ഇത് വെച്ചാലോ. Nice defense.
ഞാൻ എങ്ങനെയുണ്ട് അപ്പുറം ഓക്കെ അപ്പുറം പോണ്ട നമുക്കും കിട്ടിയല്ലോ കഴിച്ചു അതേപോലെ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നമ്മളിങ്ങനെ വെറുതെ അവിടെ പോയി ചത്ത് കളിച്ചപ്പോൾ ഞാൻ തീർക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് മോണിറ്റൊക്കെ ഇവിടെ ഇത് വെക്ക് ഇവിടെ ഉണ്ടായിരുന്ന അങ്ങോട്ട് പോയേ പിടി 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 ഇവിടെ തോട്ടയുണ്ട് ജസ്റ്റ് മിസ് ഒന്നും പറയുന്നില്ല എന്നാലും ആ തോട്ടേൻ്റെ ഉള്ളിൽ കൂട്ടിങ്ങിട്ട് മുന്നേ ഞാൻ കളി നിർത്തിയിട്ട് അങ്ങ് പോകും ഇവിടെ ഇന്നത് അത് അടച്ചാ നല്ല ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ ബെഡ് പൊട്ടി നീ ചത്ത് ഇതേപോലെ എടുക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ പറഞ്ഞുകൊണ്ടോ കുറച്ച് ഗോൾഡിനെ ചോദിച്ചേക്കാം ഇപ്പം ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഒരു 2 ഒരു ഇത് ഓക്കെ അയൺ ആയിട്ടുണ്ട് സംശയം ടർട്ട് അഞ്ചിട്ട് കാര്യം എന്തായാലും മനസ്സിലാക്കുക എന്തായാലും കുറേ എണ്ണം പിടിക്കും വെച്ചാൽ ആ വുഡൊന്ന് കയറുകയാണ് ഇനി വുഡ് കയറിയിട്ട് വരില്ല എന്നാലും കറിവിട്ട് എന്തെങ്കിലും മനസ്സിൽ വെച്ചേക്കാം അത് ഞാൻ അപ്പുറമൊന്നും പോകുന്നില്ല ഇൻ്റെ അടുത്ത് ഇങ്ങനെ ടൂൾസ് എല്ലാം ഉണ്ട് ഞാൻ ഇപ്പം ആ പൊട്ടിക്കാൻ പറ്റും ഓക്കെ എന്നാൽ അങ്ങനെ പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ആ നേരത്തെ ഞാൻ പൊട്ടിച്ച് വെച്ചപ്പോൾ ആലോചിച്ച് ശരിയായത് ആ പറ്റി നമ്മുടെ ടീമിലുള്ളതിലാണ് പൊട്ടിയിട്ടുണ്ടാകും അങ്ങനെയല്ല ഞാൻ മറ്റേ വിൻചാർജാടാ നോക്കിയത് ഇതാ പറഞ്ഞ എനിക്ക് അങ്ങനെ കളിക്കാൻ അറിയില്ല ഞാൻ ഇപ്പം ഇത് തുടങ്ങിയത് സോറി അടുത്തേലും ഓക്കെ അടുത്തേലും നമുക്ക് പിടിക്കാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെ പറയാനും
ഞാൻ ഈ സ്ഥലത്ത് ഇങ്ങോട്ടേക്ക് എതിർപ്പ് നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. നമ്മള് നല്ല എക്സ്പ്ലോർ ചെയ്യണ്ടേ? എക്സ്പ്ലോർ കേണ്ടേ? നല്ല ബിൽഡാട്ടോ ഈ സർവറിൻ്റെ ആയിരിക്കും ജോയിൻ ചെയ്താൽ ഹൈവ് എന്നാണ്. അഡ്രസ്സ് ഇങ്ങനെ നോക്കാനാവുമെന്ന് എനിക്കറിയില്ല. നോക്കാനാവുമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പിന്നെ പറഞ്ഞുതരാം. ടൈപ്പ് ചെയ്യാൻ പറ്റും. കാണിക്കുക എന്തെങ്കിലും ഉണ്ട് കമാൻഡ് എനിക്ക് അടിക്കാൻ പറ്റുന്നത്. കീട്ടർ കൂടാന്ന സംഭവം നോക്കാമല്ലോ. ഇപ്പം തുടങ്ങും. ജസ്റ്റ് മിസ്. വോട്ട് ചെയ്യാനും പറ്റൂലേ? അയ്യോ ഫസ്റ്റ് ടൈം നിൽക്കണം. വേറെ ഏതെങ്കിലും എന്ത് സാധനമുണ്ടോ അവരോട് കേട്ട് നെയിം ടാഗ് വെച്ച് നോക്കേണ്ടി വരും പ്ലീസ്. അതാ യെസ് പാവട. ഇതിന്റെ ഉള്ളിലോ കൊണ്ടുവച്ച് നീ എന്ത് കഷ്ടമാണ്. ഡ്രീമിൻ്റെ സ്കിൻ ഗേൾസ് എനിക്കും കുറച്ച് നല്ല സ്കിന്നെല്ലാം വേണമെന്നുണ്ട്. പക്ഷേ ഞാൻ സർവൈവലാക്കുന്ന പോലെ ഇല്ലാതാക്കാൻ പറ്റില്ലേ? ശരിക്കും ഞാൻ ചത്തു കഴിഞ്ഞാൽ ഞാൻ മൊത്തം ചത്തില്ലേ? അത്രയുള്ളൂ. കിട്ടിയില്ല. ഞാൻ ഡയമണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. 5 4 3 2 ചോപ്പ് വരുന്നു. അങ്ങനെ പിടിക്കണ ഇവിടെ പൊട്ടിക്കല്ലേ. അതിൽ പൊട്ടില്ലേ വന്നിട്ട് ഒന്ന് അത് പൊട്ടിക്കാണ്ട് ഇത് മാത്രം പൊട്ടിച്ചിന് വേണം. പിന്നെ കട്ടക്കണിക്ക് അറിയാതെ കാര്യം അങ്ങനെയില്ല. എല്ലാ ക്രിസ്റ്റലും പൊട്ടിയാ അവിടെ ഡിഫൻസ് ഞാൻ അപ്പുറത്ത് പോയിട്ട് പൊട്ടിക്കാൻ പറ്റും. ക്യാൻസൽ ചെയ്യാൻ പറയും. ചത്ത മൂഞ്ചി എടുത്തിട്ടോ. ഞാൻ നല്ല സേഫായിട്ടാണ് കേസ് കളിക്കുന്നത്. വെറുതെ എനിക്ക് പൊട്ടണമെന്ന് യാതൊരു തരത്തിലുള്ള ആഗ്രഹമില്ല. ബ്യൂട്ടി ഞാൻ സോഡ് പോലും എടുക്കാണ്ട് അവിടെ വന്നതിന് പണ്ടായിരുന്നു. സോറി നിന്നത് ഈക്കോളും. ടീമിന് എന്നെ കൊല്ലാൻ പറ്റില്ല. അപ്പം ടീമല്ല. ഞാനൊരു പുതിയ കളി കളിച്ചല്ലോ ഗൈസ്. ഇതൊക്കെ ഒരു 5 ഡയമണ്ട് സമാധാനം. പിന്നെ അയ്യോ ഞാൻ കളിക്കുന്നുണ്ടായിരുന്നു. സർവൈവല്ല അടിക്കുമ്പോൾ വലിയ ഇത് എൻ്റെ ടീമോ. അപ്പം എൻ്റെ മുമ്പ് കൊട്ട് പോയതിന് മാർക്കേ ഞാൻ കളിക്കുന്നത്. ഇവനെ തന്നെ നേരത്തെ പോന്നെ. താഴ്ത്തി അവിടെ ഇവനെന്നാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. ഏകദേശം കളീൻ്റെ പോക്കെല്ലാം കണ്ടിട്ട് നമ്മൾ പൊട്ടി. സമാധാനം. ഞാൻ പോയിട്ട് ഡയമണ്ട് എടുത്തിട്ട് അതപ്പം പന്നെടുത്തിട്ട് പോയി. 1 2 എമറാൾഡ്. ഓക്കെ അങ്ങോട്ട് വേണ്ട. അവിടെ ആരും ഉണ്ടേനായിട്ട്
ഓക്കെ, എവിടെയും രണ്ടുണ്ട്. ഓക്കെ മതി, ഓടിക്കോട്ടെ. ഗൈസ് ചേച്ചിക്ക് ഗൈസ് മോഞ്ചി ഗൈസ്. അയ്യാ റെക്കോർഡ് നല്ലതാണോ? എനിക്ക് പുതിയ കളി ഓടണം. നമ്മുടെ ടീം ഈ ഹെൽത്ത് ബാർ ചുവപ്പായോണ്ട് തന്നെ നമ്മളിത് ടീമൊന്നും തിരിയുന്നില്ല ഗൈസ്. കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് നമുക്ക് നേരത്തെ ബ്ലോക്കിലൊക്കെ അല്ലെങ്കിൽ കൂടെ തുള്ളിക്കിടന്നു. നമ്മൾ ക്ലച്ച് ചെയ്യുന്നതുകൊണ്ട് ഈസി അല്ല കേട്ടോ ഇത്. കാരപ്പെട്ട കുട്ടി അങ്ങനെ നല്ല നല്ല മെസ്സേജെല്ലാം കാണാം. ഇവനിത് എന്നെ കുന്നിച്ചെന്ത് പണ്ടാണ് എപ്പോൾ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്തു. അവിടെ തന്നെ രക്ഷിക്കട. Darkness. Come on guys, come on. അവിടെ എന്തിനാ ട്രൈപ്പ് ചെയ്തിട്ടാണ് നോക്കിയതെല്ലാം മണിപ്പറ്റി. ഇപ്പം നമ്മളെല്ലാവരും ക്രിസ്തു കൂട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് കുറ്റിക്കൊല്ലിക്കച്ച നേരം കണ്ടാൽ അറിയില്ല. അതാണ് നമ്മൾ പണ്ടിക്കടി ഏത് നമുക്ക് പറ്റുന്നെങ്കിൽ ഇൻട്രസ്റ്റ് ടെസ്റ്റിലൊന്നും പറ്റിയിട്ടുണ്ടോ? ഉണ്ടോടാ, നമുക്ക് ഇതെത്തിട്ടല്ലോ. ചെയ്യുന്നതിന് കാരണം പറഞ്ഞ അത്രയും 20 രൂപ. ഓക്കെ അയ്യോ അത് പറ്റില്ല. കിട്ടി അത് വാങ്ങാൻ പറ്റൂല. വേറൊന്ന് അച്ചയിലേക്ക് അത് മാറ്റിയത്. എനിക്കൊന്ന് ഗോൾഡിൻ്റെ വാങ്ങുന്നത് നല്ലതായത്. ഗോൾഡ് വാങ്ങുന്നതിനെ കിട്ടും 5 എണ്ണം. അത്രയാകുമ്പോൾ 32 എണ്ണം കിട്ടും. കൊന്നു അതല്ലേ നല്ലത്. ക്യാമറ ആ മണ്ടക്ക് എനിച്ച് തായാണ് എന്നെ കൊന്നു നിൽക്കുന്നത്. What is your problem, buddy?
അതൊരു വല്ലാത്തൊരു പ്ലേ ആയിരുന്നു. അന്ന് അടിക്കാൻ നോക്കിയെന്നേ ഉള്ളൂ. ഓർഡർ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.